പറഞ്ഞു ഇത് ശരീഅത്ത് വിരുദ്ധമായ പ്രസ്ഥാനമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞ ആ നിലപാട് ഇന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നേതാക്കന്മാർ വരെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ടുകൂടാൻ പറ്റാത്തതാണ്. CP സയ്യിദ് അലവി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പേരക്കത്തിയായി വിശേഷിപ്പിക്കുന്ന CP സയ്യിദ് അലവി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ പരമ്പര എഴുതി. ജമാഅത്തെ ഇസ്ലാമിയുടെ കൊള്ളരുതായ്മകളെ കുറിച്ച് അവരുടെ നിലപാടിനെ കുറിച്ച് നിശിതമായി വിമർശിച്ച ആ ലേഖന സമാഹാരം പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. KM ഷാജിയെ പോലെയുള്ള ഡോക്ടർ MK മുനീർ സാഹിബിനെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ടുകൂടാൻ പറ്റാത്ത വിഭാഗമാണെന്ന് കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ പോലെ അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ടുകൂടാൻ പറ്റാത്ത വിഭാഗമാണ്, അപകടകരമായ സംഭവ വികാസങ്ങളാണ് അവരുടെ ആശയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞവരായിരുന്നു ഇവരെല്ലാം. നമ്മളും പറയുന്നത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കന്മാർ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ 1944 ശേഷം ജമാഅത്തെ ഇസ്ലാമി കടന്നു വരുന്ന ആവിർഭാവ കാലത്ത് തന്നെ അവരെ കുറിച്ച് കൃത്യമായി പഠിച്ച് ഉമ്മത്തിന് പറഞ്ഞുവെങ്കിൽ അക്കാര്യം ഏറ്റു പറയുന്ന രാഷ്ട്രീയ സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായിക്കൊണ്ട് ആദർശപരമായിക്കൊണ്ട് നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ രാഷ്ട്രീയത്തിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് കടന്നു വരുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ CPM-മായി ഘടകകക്ഷിയാകുന്ന രൂപത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള മുന്നണി ഐക്യമുണ്ടാക്കി. ജമാഅത്തെ ഇസ്ലാമിയെ CPM തീന്മേശയിലെ വേസ്റ്റിനെ പോലെ പുറന്തള്ളിയപ്പോൾ അതെല്ലാം വിഴുങ്ങാൻ വേണ്ടി വലതുപക്ഷ രാഷ്ട്രീയക്കാർ കടന്നു വരുന്നുവെങ്കിൽ ഞങ്ങളൊന്ന് പറയാം, ജമാഅത്തെ ഇസ്ലാമിയെ മുത്തലാഖ് ചൊല്ലി CPM ഒഴിവാക്കിയെങ്കിൽ അവരെ രണ്ടാം പ്രാവശ്യം പുതുമണവാട്ടിയായി സ്വീകരിക്കാനാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരെ മുന്നോട്ട് വരുന്നെങ്കിൽ അത് അപകടകരമായിരിക്കും. സുന്നി ആദർശ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1944 ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ സാഹചര്യത്തെ കുറിച്ച് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യങ്ങൾ ശരിയായിരുന്നു എന്ന് മുൻകൈ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവരെ വെള്ളപൂശ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമല്ല പ്രശ്നം, അവർക്ക് ആശയപ്രചരണമാണ് വിഷയം. രാഷ്ട്രീയത്തിന്റെ മറവിലിരുന്നു കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അബുൽ അഅല മഅ്ദൂദിയുടെ വിദണ്ഡവാദങ്ങൾ പ്രചരിപ്പിക്കാനാണ് അവർക്ക് ആവശ്യം. ഈ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സമസ്തയുടെ മക്കൾ പൊതുസമൂഹത്തോട്, സമസ്ത പ്രവർത്തകർ രാഷ്ട്രീയ സമൂഹത്തോട്, മാനവിക സങ്കല്പത്തിനോട് ഞങ്ങൾ പറയുന്നത് ഇത് അപകടകരമായ നീക്കമാണ്. ആദർശ രംഗത്ത് പരാജയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിന്റെ മുഖമൂടി അണിഞ്ഞ് കടന്നു വന്നാലും അവർ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ സമസ്ത പ്രവർത്തകർ കഴിയും. കാരണം ഇത് ഞങ്ങളുടെ തൗഹീദിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇത് ഞങ്ങളുടെ തൗഹീദിന്റെ പ്രശ്നമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ അവരുടെ പടലം പൊട്ടിയ ജമാഅത്തെ ഇസ്ലാമി ഏത് രൂപത്തിൽ ഏത് മുഖമൂടി അണിഞ്ഞ് കടന്നു വന്നാലും ഞങ്ങൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അസമയത്ത് മുന്നണി ബന്ധങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ നോക്കി നോക്കൂ, ഇക്കാലം അത്രയും ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ വിളിപ്പാടകളെ മാറ്റി നിർത്തിയവരായിരുന്നു. ഇനി അവർ മുന്നണിയിലേക്ക് വന്നാൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് സുന്നി സമൂഹം മാറും. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുസമൂഹത്തോട്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരോട് ഞങ്ങൾ പറയുന്നു, കഴിഞ്ഞകാല നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്ത് നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാടിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു നിലപാട് സ്വീകരിച്ച് അവരെ ഒപ്പം കൂട്ടാനാണ് ശ്രമമെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തന്റെ പ്രവർത്തനം അത് ഇബാദത്താണ്, അത് ഖൽബിലുണ്ടാവണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. ആ